പാലക്കാടിന്റെ തെരുവുകളിൽ ആദ്യം ഇറങ്ങിയത് SDPI-ക്കാരായിരുന്നു. SDPI ആണ് ആദ്യം പ്രകടനത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോ UDF-ന്റെ വിജയം എന്നതിനപ്പുറം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എന്നതിനപ്പുറം SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും ഒരു വലിയ അപകടകരമായ വിജയമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ കോൺഗ്രസ് BJP ഡീൽ മറ നീക്കി പുറത്തു വന്നു. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 7000-ലധികം വോട്ടുകൾ BJP മറിച്ചു കൊടുത്തത്. ഈ മണ്ഡലത്തിലാകെ 10,000-ലധികം വോട്ടുകളാണ് BJPയുടെ വോട്ടുകൾ UDF-ലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് BJPയും കോൺഗ്രസിന്റെയും ഡീലിന്റെ ഭാഗമായി കിട്ടിയ വോട്ടും ഈ മണ്ഡലത്തിലെ SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വളരെ പരസ്യമായി UDF-ന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി വർഗീയമായ പ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിട്ട് UDF-ന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയത്തെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ UDF-ന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടിനുള്ള വിജയമല്ല. അപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് ആ രാഷ്ട്രീയത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് UDF-ന്റെ ഈ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ UDF-ന്റെ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമല്ല. സന്ദീപ് വാര്യർ UDF-ലേക്ക് പോയാലും പോയില്ലെങ്കിലും ഇവിടെ കൃഷ്ണകുമാറിനെതിരായി വലിയ വികാരം BJP-ക്കകത്തുണ്ട്. BJP-യും കൃഷ്ണകുമാറും ഷാഫി പറമ്പിലും തമ്മിൽ ഡീലിന്റെ ഭാഗമാണ്. കോൺഗ്രസും BJP-യുടെയും ഡീലിന്റെ ഭാഗമാണ് ഈ വോട്ട് അപ്പുറത്ത് പോയത്. അല്ലാതെ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയതുകൊണ്ട് വോട്ട് ആകെ അങ്ങോട്ട് പോയി എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. ഇത് മുൻകൂട്ടി ഉണ്ടാക്കിയ ധാരണ. അതായത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തു, പാലക്കാട് ഞങ്ങൾക്ക് തരിക. ഇതാണ് ആ ഡീലിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അതാണ് പാലക്കാട് UDF ജയിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി BJP-യുടെ സ്ഥാനാർത്ഥിയായി വിജയിക്കാനും ഇടയാക്കിയത്. അതൊക്കെ ആവിയായി പോയി എന്നാണോ പറയാൻ വരുന്നത്? ഞാനെന്തായാലും ഈ ബീറ്റ് കവർ ചെയ്യുന്ന പത്രക്കാരോട് നന്ദി പറയുകയാണ്. കാരണം LDF ബീറ്റ് കവർ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്പുറത്ത് വിജയിച്ചത് എന്ന് ഉള്ളതിന്റെ ആഹ്ലാദ പ്രകടനം കവർ ചെയ്യാതെ നമ്മളെ തന്നെ കവർ ചെയ്യേണ്ടി വന്നു. ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ റെസ്പോൺസിൽ പ്രതീക്ഷ അർപ്പിച്ചാണ്. അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഒരു ഡിസ്ക്ലെയിമർ പോലെ. ഇതൊക്കെ തെറ്റാം, ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. അപ്പോഴും നേരിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 9ാമത്തെ വോട്ടർ മെഷീനിൽ 9ാമത്തെ ക്രമമായിട്ടും ചിഹ്നം ഒരു സ്വതന്ത്ര ചിഹ്നം സ്റ്റെതസ്കോപ്പ് ആയിരുന്നിട്ടും 1500-ഓളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു. കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2000-ലേറെ വോട്ടുകൾ കൂട്ടാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, അവർ ഈ 5 ആഴ്ചക്കാലം നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പക്ഷേ LDF-ന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ വലിയ വോട്ട് വർധന ഉണ്ടായില്ല. അതിനുള്ള പ്രധാന കാരണം നിഷ്പക്ഷമായി ചിന്തിച്ചു വരേണ്ടുന്ന വോട്ടുകളെ രാഷ്ട്രീയമായി കച്ചവടം ചെയ്തു എന്നിപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ അടിവരയിടുന്ന രീതിയിലാണ് ആ കണക്കുകൾ മനസ്സിലാവുന്നത്. BJP അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടക്കുന്ന രീതിയിലുള്ളതായി എന്നുള്ളതും, അപ്പോഴും CPM എന്നുള്ള രീതിയിൽ, LDF എന്നുള്ള രീതിയിൽ വോട്ട് കൂട്ടാൻ സാധിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു വിമർശനം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് മുന്നൊരുക്കത്തിനുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയുകയാണ്. ഞാൻ തന്നെയാണ് അതിനുള്ള വഴി അടച്ചതുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരുപക്ഷെ കൂടുതൽ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തന്നെ പറഞ്ഞതും ഒറ്റക്കെട്ടായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ ഒരു ഇടം മതി, സ്ഥാനാർത്ഥി ആരായാലും ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നാണ്. പക്ഷേ അത് ഇങ്ങനെയാകണം എന്നുള്ളത് കൂട്ടായ തീരുമാനമാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളും അതിന്റേതായിട്ടുള്ള
വിലയിരുത്തലുകളും എല്ലാം, പ്രത്യേകിച്ച് മാത്തൂരും കണ്ണാടിയിലും ലീഡ് ചെയ്യാൻ പറ്റി. രണ്ട് പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തു എന്നുള്ളത് നിസ്സാരമല്ല. ആ ലീഡ് നിസ്സാരമായി പോയി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും വളരെ പുറകിലേക്ക് പോയി എന്നുള്ളതിനെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങളുടെ പിന്തുണയാണ് തിരിച്ചു പിടിക്കേണ്ടത്, അവരുടെ മനസ്സിലെ സ്ഥാനമാണ്. അത് തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ പറയുന്നു, വർഗീയ പ്രവർത്തകരല്ല, അവസരവാദ പ്രവർത്തനമല്ല, പകരം രാഷ്ട്രീയം മാത്രം പറഞ്ഞ് നിലപാടിൽ മാത്രം ഉറച്ച് ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളെ നെഞ്ചേറ്റുന്ന ഒരു ജനതയായി പാലക്കാടിനെ വീണ്ടെടുക്കാൻ ഈ തോൽവി ഒരു നിമിത്തമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞ വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നു. ഇത് അവരുടെ വിജയമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എങ്കിൽ അത് കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ സംഘടനയ്ക്ക് മാത്രം വിട്ടുകൊടുക്കാവുന്ന വിലയിരുത്തലുകളാണ്. ഞാനതിന് പറയാൻ ആളല്ല. ഞാൻ പറഞ്ഞ വസ്തുതകൾ അത് അവിടെ വസ്തുതകളായി നിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കപ്പെടുകയോ കുഴിച്ചുമൂടുകയോ ചെയ്യാം. കുഴിച്ചുമൂടിയാൽ രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ തന്നെ UDF-നെ പരാജയപ്പെടുത്താനുള്ള വഴികളാണ് തുറന്നു കിട്ടുക. ഏത് തരത്തിലാണെങ്കിലും ആ അനഭിലഷണീയമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ഒരു ജനാധിപത്യ പാർട്ടിയിൽ പുലരുന്നത് എങ്കിൽ അത് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, തെളിവുകൾ സഹിതം പറഞ്ഞു. ഇപ്പോഴും ആ ഡീലൊക്കെ തന്നെയാണ് നടപ്പിലാവുന്നത്. അത് സംസ്ഥാന വ്യാപകമായി ആരുടെ വോട്ട് വാങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവിന്റേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് പ്രാദേശികമായി നടപ്പിലാക്കേണ്ടുന്നതിന്റെ വഴികൾ, അങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പരിണത ഫലമാണ് BJP-യിൽ നിന്നും SDPI-യിൽ നിന്നും ഒരേപോലെ ഒരേ സമയം വോട്ട് വാങ്ങാനുള്ള ആ ഒരു രാഷ്ട്രീയ പാപ്പരത്തം, അത് ജനത്തിന്റെ മുന്നിൽ കെട്ടിയാടാനുള്ള, അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ചുകൊണ്ട് വലിയൊരു വിജയമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് വീമ്പിളക്കുന്നതിലെ അതിന്റെയൊക്കെ ഒരു വല്ലായ്മ അത് UDF തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ മുന്നണിക്ക് നല്ല വരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയൊന്നും അതിനെ വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1500 വോട്ട് ജനം വെറുതെ നമുക്ക് അറിഞ്ഞു നൽകില്ലല്ലോ. ജനം വോട്ട് ചെയ്തു. അതായത് മൊത്തത്തിലുള്ള വോട്ട് ഷെയർ, വോട്ട് കുറഞ്ഞിട്ടും നിങ്ങൾക്കറിയാലോ വോട്ട് എത്ര എണ്ണം കുറഞ്ഞു എന്നുള്ളത്. അത്രയും വോട്ട് കുറഞ്ഞിട്ടും 1500-ലേറെ വോട്ട് 2021 അസംബ്ലിയിൽ നിന്നും 2000-ലേറെ വോട്ട് അങ്ങനെയല്ല പറയുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ചാൽ ഉത്തരവാവില്ലല്ലോ. ഇതിന്റെ ഇടയിൽ എവിടെയോ ഒരു ഉത്തരം കിടക്കാമല്ലോ. അത് കണ്ടെത്താനുള്ള സമയവും സാവകാശം കൂടി വേണം. എങ്ങനെയാണ് എന്നുള്ളതിന്റെ തീരുമാനങ്ങൾ ഒരിക്കലും വിവാദങ്ങൾ നമ്മുടെ ക്യാമ്പയിനെ വഴിതെറ്റിച്ചിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയ നമ്മളല്ല, വസ്തുതകളെ പരാമർശിച്ച് നമ്മൾ അതിനെ വാർത്തയാക്കി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ ജില്ലയിലൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഈ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ജില്ലയിൽ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അയ്യോ, അത് മത്സരിപ്പിച്ചത് ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു ശതമാനം പോലും നമുക്കതിലൊരു ഖേദമോ അതിലൊരു നിരാശയോ ഇല്ല. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയ പോരാട്ടം കൃത്യമായി ഏറ്റെടുത്ത് നടത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ പരകോടിയിൽ എത്തിച്ച പ്രവർത്തനമായിരുന്നു. ഇന്ന് വോട്ട് എണ്ണിയപ്പോഴല്ലേ ഈ 18,000-ന്റെ കഥയുണ്ടായുള്ളൂ. വോട്ട് എണ്ണുന്ന നിമിഷം വരെ 3000-ന് കഴിച്ചിലായാൽ കഴിച്ചിലായി എന്ന് വിശ്വസിച്ചിരുന്നവരെയല്ലേ 36 ദിവസം രാഷ്ട്രീയമായി ഈ മണ്ഡലത്തിൽ തളച്ചിട്ടത്. അത് ചില്ലറ കാര്യമല്ല എന്നുള്ളതിന്റെ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഈ ജില്ലയിലുണ്ട്, നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല ഉത്തമനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ. അതിലൊരു തെറ്റും പറ്റിയിട്ടില്ല. തോറ്റു എന്നുള്ളതുകൊണ്ട് സരിൻ ഉത്തമനല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഉത്തമനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രാവശ്യം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ, വർഗീയതയെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ ഒരു വിജയം മാത്രമാണ്. ആ വിജയത്തിൽ UDF ആഹ്ലാദിച്ചോട്ടെ, പക്ഷേ അതിന്റെ പിറകിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിന് UDF ഉത്തരം പറയേണ്ടി വരും, കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പല വിഷയങ്ങളും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന വിഷയങ്ങളെ ബഹുജന മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണി പ്രസ്ഥാനങ്ങളും ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഈ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിച്ചത്. അപ്പൊ അതെല്ലാം വോട്ടായി മാറിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോ മനസ്സിലായിട്ടില്ലല്ലോ. ജനം ആർക്കാണോ കൂടുതൽ വോട്ട് ചെയ്യണത് അവരല്ലേ ജയിക്കുക. CPM-ന്റെ
കേഡറായിട്ട് മാറാനുള്ള പ്രവർത്തനത്തിനാണല്ലോ ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിലേക്ക് അതിന്റേതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. സൈബർ പോരാളി എന്നുള്ളത് ഒരു വില കുറഞ്ഞ പ്രയോഗമായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ് അർത്ഥത്തിൽ പറയുന്നു. ഈ സൈബർ ഇടത്തിൽ പറയുന്ന ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലെ പലതും തീരുമാനിക്കപ്പെടുന്നത്. അത് തെറ്റായ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ളൊരു തിരുത്തൽ രീതികൾക്കടക്കം ഇടതുപക്ഷത്തിന്റേതായ സൈബർ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ നിയോഗിക്കപ്പെടുന്ന ചുമതലകളിൽ ഏതു തന്നെയായാലും അത് വളരെ വൃത്തിയായി ചിട്ടയോടുകൂടി ചെയ്യുക. ശീലം അതാണ്. ആ ശീലങ്ങൾ പാലിച്ചിട്ട് തന്നെയാണ് പോവുക. നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. കുറെ പേര് കുറെ കാലമായിട്ട് കൂടിയുണ്ടായിരുന്നു. കവർ ചെയ്യാനായിട്ടുള്ളതും അല്ലാത്തതായിട്ടും കുറെ സൗഹൃദങ്ങൾ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയും കൂടിയാണല്ലോ. നമ്മൾ പറഞ്ഞതും ചെയ്തതും ശരിവെക്കപ്പെടുന്നത് ആ നിമിഷത്തിൽ മാത്രമല്ല, പിന്നീട് ഒരു വലിയ ശരിയിലേക്ക് അതൊരു വഴിത്തിരിവാവുമെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതും അതിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതിന്റെ ആ കാത്തിരിപ്പിന്റെ സുഖം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കുഴപ്പമില്ല. താങ്ക് യു ഓൾ. താങ്ക് യു.